شو الظروف اللي عشتها هنا في سوريا؟ هذا كابوس. ഒരു മാസത്തെ ഇസ്രായേൽ തടങ്കലിൽ നിന്ന് മോചിതനായ ബദ്ർ ദഹലൻ എന്ന 29-കാരന്റെ വീഡിയോ ആണിത്. ഇസ്രായേൽ തടവറയിൽ ക്രൂരപീഡനത്തിനിരയായെന്ന് തെളിയിക്കുന്ന ഈ വീഡിയോ ഞെട്ടലോടെയാണ് ലോകം കണ്ടത്. ഇസ്രായേൽ തടങ്കലിൽ നേരിടേണ്ടി വന്ന കഠിന പീഡനങ്ങളെല്ലാം അയാളുടെ തുറിച്ച കണ്ണുകളിൽ നിന്നും തന്നെ വ്യക്തമായിരുന്നു. ഇസ്രായേൽ ഈ ക്രൂരത തുടരുമ്പോഴും ലോക പോലീസ് എന്ന് അവകാശപ്പെട്ടവർ മൗനം തുടരുന്നു എന്നത് വലിയ വിരോധാഭാസമായി നിലനിൽക്കുന്നു. ഇസ്രായേൽ തടവറയിലെ നടക്കുന്ന പീഡനങ്ങളിൽ നിന്നും മനോനില തെറ്റിയ അവസ്ഥയിലായിരുന്നു ദഹലൻ. തന്നെ അടച്ചിരുന്ന ഇസ്രായേൽ ജയിലിനെ പേടി സ്വപ്നം എന്നാണ് ദഹലൻ വിശേഷിപ്പിക്കുന്നത്. അവർ എന്നെ ജയിലിൽ വെച്ച് അടിച്ചു. തല താഴ്ത്തിയിരിക്കാനും മേലോട്ട് നോക്കാതിരിക്കാനും പറഞ്ഞു. അവിടെ സംഭവിച്ച കാര്യങ്ങൾ എങ്ങനെ വിവരിക്കണമെന്ന് എനിക്കറിയില്ല. അവർ എന്നെ ക്രൂരമായി മർദ്ദിച്ചു. തന്റെ പല വാചകങ്ങളും പൂർത്തിയാക്കാൻ കഴിയാതെ ദഹലാൻ വിറച്ചു. അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനകളുടെ റിപ്പോർട്ട് അനുസരിച്ച് അതിക്രൂരമായ മർദ്ദനവും പട്ടിണിക്കിടലും അക്രമകാരികളായ നായകളെ ഉപയോഗിച്ചുള്ള ആക്രമണവുമാണ് ഇസ്രായേൽ തടവറകളിൽ ഫലസ്തീനികൾ നേരിടുന്നത്. എന്നാൽ അതേസമയം ഹമാസ് ബന്ദികളാക്കിയ ഇസ്രായേലി പൗരന്മാർ ഒരിക്കൽ പോലും മർദ്ദനത്തിനോ മറ്റു നടപടികൾക്കോ വിധേയരാകുന്നില്ല എന്നത് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. ഒക്ടോബർ 7 ഹമാസ് ബന്ദികളാക്കിയ നോഅയുടെയും അമിത് സോസന്റിന്റെയും ദൃശ്യങ്ങൾ ഇതിന് തെളിവാണ്. ഇസ്രായേൽ ഫലസ്തീനിൽ US മാതൃകയിലുള്ള പീഡനമുറകൾ പ്രയോഗിക്കുന്നു എന്നതിലേക്കാണ് ഇക്കാര്യങ്ങൾ വിരൽ ചൂണ്ടുന്നത്. ഇസ്രായേൽ ജയിലുകളിൽ കഴിയുന്ന ഫലസ്തീനുകളുടെ പുറത്തുവരുന്ന ചിത്രങ്ങളെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് ഗ്വാണ്ടനാമോ തടവിന് സമാനമാണ്. ഇസ്രായേൽ ജയിലുകളിൽ നടക്കുന്ന അതിക്രമങ്ങളിൽ ഭൂരിഭാഗവും സൈനികർ തന്നെ ചിത്രീകരിച്ച് പുറത്തുവിടുന്നുമുണ്ട്. കുപ്രസിദ്ധമായ അബു ഖുറൈബ് ജയിൽ പോലെയുള്ള US തടങ്കൽ കേന്ദ്രങ്ങളിൽ ഇറാഖി അഫ്ഗാൻ തടവുകാരോട് പെരുമാറുന്നതിന്റെ അതേ രീതിയിലാണിതും. ഫലസ്തീൻ തടവുകാരോട് ഇസ്രായേൽ നടത്തുന്ന പെരുമാറ്റം US ശൈലിയിലുള്ള പീഡനത്തിന്റെ എല്ലാ ലക്ഷണങ്ങളും വഹിക്കുന്നുണ്ടെന്ന് അഭിഭാഷകരും ആക്ടിവിസ്റ്റുകളും പറയുന്നു. 9500 രാഷ്ട്രീയ തടവുകാരിൽ 3500-ലധികം ഫലസ്തീനികൾ ഇസ്രായേൽ ജയിലുകളിൽ ഒരു കുറ്റവും ചുമത്താതെ തടവിലാക്കപ്പെട്ടവരാണ്. ഒക്ടോബറിൽ ഗസക്കെതിരായ യുദ്ധം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ആയിരക്കണക്കിന് ആളുകളെ തടവിലാക്കിയിട്ടുണ്ട്. അതിനുശേഷവും നിരവധി പേർ അറസ്റ്റ് ചെയ്യപ്പെട്ടു. കഴിഞ്ഞ ഒക്ടോബറിൽ ഇസ്രായേൽ മാരകമായ ആക്രമണം ആരംഭിച്ചതിനു ശേഷം 54 ഫലസ്തീനികൾ ഇസ്രായേൽ ജയിലുകളിൽ കൊല്ലപ്പെട്ടു എന്നാണ് ഗസയിലെ തടവുകാരുടെയും മുൻ തടവുകാരുടെയും കമ്മീഷൻ പുറത്തുവിട്ടത്. കൂട്ടമായി തടവിലിടൽ, തടവുകാരെ ദുരുപയോഗം ചെയ്യൽ, ഫലസ്തീനികളുടെ നിർബന്ധിത തിരോധാനം എന്നിവ സംബന്ധിച്ച നിരവധി റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. വിചാരണ കൂടാതെ തടവിലാക്കപ്പെട്ട ഫലസ്തീൻ തടവുകാരെ ദുരുപയോഗം ചെയ്യുന്നതിന്റെ വിശദാംശങ്ങൾ ഏപ്രിൽ അവസാനത്തിൽ ഇസ്രായേലി പത്രമായ ഹാരറ്റ്സ് പ്രസിദ്ധീകരിച്ചിരുന്നു. നിരന്തരമായ അടിക്കൽ, തടവുകാരെ നായ്ക്കളെ വെച്ച് ആക്രമിക്കൽ, ഇസ്രായേൽ പതാകയിൽ ചുംബിക്കാൻ നിർബന്ധിതരാക്കൽ, മുഹമ്മദ് നബിയെ ശപിക്കാൻ നിർബന്ധിതരാക്കൽ എന്നിവയടക്കം ഹാരിസ് റിപ്പോർട്ട് ചെയ്തു. 10 തടവുകാർ പങ്കിട്ട സെല്ലിലെ ടോയ്ലറ്റിലേക്ക് ഉൾപ്പെടെ വെള്ളം നിഷേധിക്കുക, വൈദ്യുതി വിതരണം തടസ്സപ്പെടുത്തുക, നഗ്നരാക്കി മർദ്ദിക്കൽ, വേണ്ടത്ര ഭക്ഷണം നൽകാതിരിക്കൽ തുടങ്ങിയ ക്രൂരതകൾ അതിലുണ്ടായിരുന്നു. വിവരണാതീതമായ ലൈംഗികാതിക്രമങ്ങളും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട്.